കല്യാണ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം. അത് ഞങ്ങൾ ഈ കോഴിക്കോട്ടുകാരുടെ ഒരു രീതിയാ. ഈ നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ രീതി മാറ്റാൻ പറ്റുമോ? അല്ലേ സുനിയെ? അതെ ആശാനെ. അതെ, പുള്ളി ഇവിടുത്തെ ആരൊന്നുമല്ല, പെണ്ണും കെട്ടിയൊന്നും ഇവിടെ കൂടിയത് സെലിബ്രേഷൻ ആണല്ലേ. അതെ, ആശാനെ പറ്റി ശരിക്കും അന്വേഷിച്ചായിരുന്നാ? എനിക്കറിയാൻ പാടില്ല, ഇതൊക്കെ റെജിയുടെ ഏർപ്പാടല്ലേ. ആശാനെ, നമ്മുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കണകുണ പരിപാടിയായി പോട്ടോ. എന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ കലവറയിൽ അത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒറ്റ കുട്ടി അവിടെ കയറി പോകുന്നത് കേറി കഴിഞ്ഞ എന്റെ സ്വഭാവം പറഞ്ഞു നിൽക്കാം. ഇതുപോലെ സുനി മതി ആശാനെ. ആശാന്റെ ഫുഡ് അടിപൊളിയാ. ആശാൻ പറഞ്ഞ കേട്ടല്ല, ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യ മൊത്തം ഞങ്ങൾ കൊളാക്കി കളയും. അങ്ങനെ നമ്മൾ എത്രയോ കൊളാക്കിണ്ട് അല്ലേ? പിന്നല്ലാതെ ഇതും കൊളാക്കി. അതെ, ഇച്ചിരി വട്ടുണ്ടാ. ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? എനിക്ക് രാത്രിക്കുള്ള ബ്രെഡ് ചിക്കനും കിട്ടിയോ? അത് ഷൈമോനോട് പറഞ്ഞിട്ടുണ്ട്. നാളെ സിഗരറ്റ് അതും അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം. ആ പുരുഷേട്ടാ, ഉടഞ്ഞു പോയല്ലോടി. പട്ടാളം നിനക്കൊന്നും തരുന്നില്ല മോളെ. അയ്യോ, പണ്ട് എങ്ങനെ ഇരുന്ന പെണ്ണ? ഇങ്ങനൊന്നും പോയി പറ്റില്ല. നല്ല തടി വെക്കണം. ഞാൻ നല്ല ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും അത്തിപ്പഴവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തരും, കഴിച്ചേക്കണം. 4 ദിവസം കൊണ്ട് ഞാൻ റിസൾട്ട് ഉണ്ടാക്കും. സുഷമേച്ചി, എന്തുണ്ട് വിശേഷം? ഓ, എന്നാ വിശേഷം? സുമേഷേ, നീ വളർന്നൊക്കെ സുന്ദരനായല്ലോ. അവൻ ആരുടെയാ മോൻ? എന്റെ അല്ലേടി? സുന്ദരനായിരിക്കോ? പുരുഷേട്ട ഇരിക്കെ. സുഷമേച്ചി വാ. മാമോനെ ഇങ്ങനെ വന്നേ. ആളിയൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പൊ പെറ്റിട്ടേ ഉള്ളൂ. ദേവി, കുഞ്ഞമ്മേ, നല്ല വന്നില്ലേ? അയ്യോ തുളസി, അത് എടുക്കല്ലേ. അത് ജയന്റെ കൂട്ടുകാർ വരുമ്പോ കലക്കി കൊടുക്കേണ്ടതാ. പിള്ളേരെ കുറച്ച് മന്ദലിരിക്കുകയാണ്. അവർക്ക് വല്ല കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഓ സൂര്യ, അതെ, ആ പുരുഷവും ആ പെണ്ണുപിള്ളി അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതെ, ഒന്ന് നോക്കിയോട്ടോ. ചേച്ചി ഇത് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇല്ല ഇല്ല ഇല്ല, ജലജേച്ചൊക്കെ വന്നിട്ടുണ്ട്. ആരാടി? സർമേച്ചയാ. ഈ കേണൽമാരുടെ ഓരോ രീതികളെ. രാത്രി ബ്രെഡും ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലും വിറയ്ക്കും. പറഞ്ഞാലും ഷൈമോനെ കണ്ടില്ലല്ലോ. അവന്റെ പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല. ഒറ്റയ്ക്കെന്ന് ഭയങ്കര ചിന്തയാ. ശാസ്ത്രജ്ഞനാവുന്ന ചേട്ടൻ പറയുന്നത്. നീ എവിടാ? രാത്രി വരുമ്പോഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ. പിന്നെ 2 സിഗരറ്റും. ഓക്കെ ഡ്യൂഡേ. മിലിറ്ററിയിലൊക്കെ ആയോണ്ട് ട്രിപ്റ്റാ. അവിടെ ഒരു ബ്രെഡും ചിക്കനും. പട്ടാളത്തിലേക്ക് കഞ്ഞി വെച്ചു കൊടുക്കലാണ് പണി. നമ്മുടെ ഗോമാവൻ പണ്ടങ്ങ പോയപ്പോ കണ്ടതല്ലേ. അല്ലേ തിന്റെ കേണന്മാർക്ക് ഷൈലപ്പനെന്ന് പേരിടുക. അവിടെ ഒരു പത്രാസ്. സുനി വിഘ്നാണല്ലോ കാണുന്നത്. തേങ്ങയ്ക്ക് 3 കണ്ണേ ഉള്ളൂ, 4 കണ്ണ് വേണ്ടേ? ശുക്ലാംബരധരം വിഷ്ണു. പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം. പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും. അവന് വട്ടാടാ. നീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി കാണിക്കുന്നുണ്ടല്ലേ. ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സാധാരണ വെച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ടേ. എന്തിനാ ആശാനെ എന്നും വെക്കണത്? പൊന്നത് കണ്ണേറ് മാറാനുള്ള, അതെടുത്ത് കഴിക്കരുത്. അടിപൊളി. 2 പച്ചമുളക് എടുത്ത് ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തേ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ? എന്തെങ്കിലും കേട്ട് തന്നാ മതി. എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളി അരിയട്ടെ. ഉള്ളി കൊണ്ടുള്ള കായത്തോരണ്ടൊക്കെ കായ അരിയണം. എടാ സാലി, ഒരു 3 ട്യൂബ് വഴിയിലും കൂടെ ഇട്ടേക്ക്. കല്യാണം കഴിഞ്ഞാലും കെട്ടിത്തീരോ? തീരും സാറേ. ഒളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ നോക്കുന്ന വഴിവക്കിൽ വെലിക്കൽ നിന്നവളെ ഒരു കിളിച്ചുണ്ടൻ. ജയ, ഇവളുടെ ഒടുക്കത്തെ ഒരുക്കം കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നാനെ.
ചേട്ടന്റെ വയറൊക്കെ പോയി ആളങ്ങ് ടിപ്പായല്ലോ. ആ കുറച്ച് വ്യായാമമൊക്കെ ഉണ്ട്. അപ്പൊ സിക്സ് പാക്ക് ആയാ? ഇല്ല, പാക്ക് അടുത്ത ആഴ്ച എത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാ അതോടെ ഇരിക്കും. പുതിയ ഐറ്റമാണല്ലോ. എടാ വന്നോണ്ടിരിക്കാണ് ഒരു 5 മിനിറ്റ്. ആ ഇവിടത്തെ ലൈറ്റ് ഒക്കെ പണിയാണ്, വേഗം വരാൻ നോക്ക്. എടാ വരാണ് 5 മിനിറ്റ് കട്ട് ചെയ്ത്. മനുച്ചേട്ടന്റെ എന്തുവാടാ ഇത്? DJ ലൈറ്റ് ആണോ? DJ ലൈറ്റ്. മിന്നി മിന്നി നിൽക്കും. അതെ മിനി പുതിയത് കൊള്ളാല്ലേ? വലിയ താമസം ഉണ്ടാവില്ല. നമ്മള് കൊറേ ലേറ്റ് ആയോ? ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടല്ലോ. ചീട്ടിറക്കടാ. കുട്ടാപ്പി എടുത്തോണ്ട് പോയി ചീട്ടില്ലടാ, അതിന്റെ പറയാ ചീട്ടിട്ട് കൊടുക്കാവാ. കുറച്ചുകൂടി ഞാൻ അല്ല ശരി ചെറുക്കണത്. ആ കഴി ചേച്ചി തുടങ്ങാൻ പോകുന്നില്ല. ഒരുമിച്ചാ വന്നേ? ആ അതെ അതെ ഒരുമിച്ചാ. ജ്യൂസ് കുടിക്കേ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും നേരെ ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ? ആ അതെ. ദേ മാമൻ. ദാ അഞ്ചുടെ കൂട്ടുകാരാ. എന്താ ചേട്ടാ? എടി ചെറുക്കൻ്റെ വീട്ടുകാർ സാരിയായിട്ട് വരും. ആ അവളോട് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ടെ അവരുമായിട്ട്. ജയേട്ടൻ അതൊന്ന് ചിരിച്ചു നിൽക്ക്. അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാർ ഇത് കഴിയുന്ന ഒരു മനുഷ്യന്. അടുത്ത് കളിക്കല്ലേ? എന്റെ ദൈവമേ, ആഞ്ഞിലിക്കുരു പോലെ ഇരുന്ന പെണ്ണ എന്നാ വളർച്ച ചെയ്ത്. പുരുഷനല്ലേടാ? അല്ല സ്ത്രീ. എവിടെ നിന്ന് വരുവോ? കടുപ്പട്ട് ഇറങ്ങിയൊക്കെ പരിചയം പുതുക്കാൻ ഒരു സെൽഫി എടുക്കാം. ഹായ് മോളു. എന്താ ഡാർലിങ്ങിന്റെ പേര്? അമ്മു. നല്ല പേരാണല്ലോ അമ്മു. അമ്മുവിന് ഞാനൊരു സമ്മാനം തരട്ടെ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മു? 4th. ശരി എന്നാ ബൈ മോളു. എടാ സലി, കിരൺ ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ ദേ കല്യാണം കൂടാനായിട്ട്. നിങ്ങളാണ് അടുത്ത പരിപാടി? പിന്നെ ഞാനിതിന്റെ പരിപാടി. ചേട്ടാ ശരി ഞാൻ പോവാറില്ല, ചേട്ടൻ പോവാറ്. ആ ചേട്ടാ സൂര്യ വിളിക്കുന്നു, ഞാൻ ഒന്ന് പോയി നോക്കിട്ടെ. അതെ നോക്കിയോളൂ. ആ നീ വന്നു. നീ അവനെ കണ്ടാ? ടീന അകത്ത് അഞ്ചനായിട്ട് സംസാരിച്ചോണ്ട്. അഞ്ജുവിന്റെ കൂട്ടുകാരനെന്നാ പറഞ്ഞു. എന്നാലും എനിക്കൊരു സംശയം. ഇപ്പൊ മറ്റേ അഞ്ജുനെന്തോ അടുപ്പമുണ്ടെന്ന് പറഞ്ഞ്. നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനല്ലേ, ഇവനൊന്നും ആവാൻ വഴിയില്ല. നീ ഒന്ന് പോയി അന്വേഷിച്ച്. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് എല്ലാം കൂടി അടിച്ചു പോയേനെ ഇപ്പോ. എടാ സാലി, അഞ്ജുന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ വന്നു കേട്ടല്ല. നമുക്കൊറ്റ ചാർക്കൊല്ലം ഉണ്ടാ? ആ ഒരെണ്ണുണ്ട്. എങ്ങനെയുണ്ട്? ആ പുള്ളിനോട് ചോദിച്ചാൽ മതി, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ചേട്ടാ പുള്ളിക്കാരൻ കെട്ടാൻ പോണ പെണ്ണാണത്. ആ പെണ്ണിന്റെ കൂട്ടുകാരിയോട് തഞ്ചു. പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാ. മനസ്സിലായ? ഏകദേശം. ആ കിരൺ ചേട്ടാ, ഇത് റേച്ചേട്ടൻ. ഹായ്. റജിയുടെ പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു. ഓ അത് ശരി. ഞാനിവിടെ അപ്പുറത്ത് തന്നെ, ഇവിടുത്തെ മീനാളാണ്. ഏതാ സ്ഥലം? മൊഹമ്മ. അത് ശരി. നമുക്കിവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇന്നിവിടെ ഉണ്ടാവില്ല. ഇന്നിവിടെ നിൽക്കണ കാര്യം ടീന പറഞ്ഞു. ഓ കലക്കി. അടിക്കുവോ? പിന്നെ ചേട്ടാ അടിക്കുമ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്ക്. ഈ 2 ഫുള്ള് വന്നിട്ട് നാട്ടുകാർക്ക് കൂടി ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ സാധനം തികയത്തില്ല കേട്ടോ. എന്നെ പൊന്നളിയ അളിയ മൊത്തം അടിച്ചു തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട. എന്റെ കൂട്ടുകാരെല്ലാം ഇപ്പൊ അവർക്കുള്ള സ്ഥാനമൊക്കെ നീ റെഡിയാക്കി വെച്ചോളും കേട്ടോ. തരുവനെ കാണാം കേട്ടോ. ആശാനെ, ഞാൻ കുറെ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാവണ കേസൊന്നുമല്ല. ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരും കിമ്പാർത്തും ട്രെയിൻ ആക്കാൻ പറ്റുന്നില്ല. ആശാൻ പുള്ളി വിളിച്ച് കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് കൂട്ടാം. മാറ്റെടുത്ത കല്യാണം. എന്താ സൂര്യ?
എന്താണോ ഈ സുനി പറയുന്നത് കേട്ടിട്ട് പച്ചമുളകത്തിന്റെ കണ്ണിലും മൂക്കിലും അണ്ണാക്കിലും തയ്ക്കാൻ തോന്നുന്നുണ്ട്. കട്ടപ്പോകി എന്താണ് പറഞ്ഞു കൊടുക്കണോ? എന്റെ പൊന്നു ചേട്ടാ, ഈ പച്ചക്കറിയൊന്നും കാര്യം നടക്കൂല കേട്ടാ. ഈ തക്കാളിക്കൊക്കെ ഉണ്ട് ചീഞ്ഞ മുട്ടയുടെ മണമാണ്. ആ വെണ്ടയ്ക്കൊക്കെ പച്ചക്കറിനെ പോലും കൊള്ളൂല. ഇവൻ പിന്നെ നായിക്കെട്ടാണെങ്കിലും തിന്നോളൂ. നിങ്ങൾ ഇതൊക്കെ എവിടുന്നാ മേടിച്ചേ? ചന്തയിലെ ബാബുവിന്റെ കടയിൽ. ബാബുവിന്റെ കടയിൽ നിന്ന്. അവന്റെ കടന്ന് ആരെങ്കിലും സാധനം മേടിക്കോ? വന്നിട്ട് ഇത്രയും നേരായി ഒരു ചെറുതരം പോലും ആരുമില്ല. കയ്യാനം നിരത്തിന് ഇവര്. ഓ ചേട്ടനെ ആ ടർപ്പയുടെ പുറകിലേക്ക് വെക്കും. അവിടെ ഉണ്ട് സാധനം. അത് പറ. ജയൻ ചേട്ടാ, ചേട്ടൻ വിചാരിച്ച പോലെയല്ല. അത് നമ്മുടെ അഞ്ജുവിന്റെ കൂട്ടുകാരി കെട്ടാൻ പോണ പയ്യനാണ്. ആ മോഹമ്മയിലുള്ള ചെക്കനാണ്. അടുത്ത ആഴ്ച വരെ കല്യാണം. പിന്നെ സുനി പറഞ്ഞാലും കാര്യമുണ്ട്. ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് കേട്ടോ. എന്റെ സ്വഭാവം അവർക്ക് അറിയില്ല. ചീഞ്ഞ മുട്ടേന്റെ മണം. പക്ഷേ ഈ തക്കാളിക്കൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ എനിക്കൊരു മണം തോന്നല്ലോ. കേട്ടില്ലേ സുനി? എനക്ക് തോന്നില്ല, എനിക്കും തോന്നില്ല. ആ അതാണ്. എന്റെ പൊന്നുള്ള പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല. അരിയൻ രണ്ട് ആൾക്കാരെ വിളിച്ചു പോവാ. അയ്യോ നശിപ്പിക്കല്ലേ. ചേച്ചി വാ നിൽക്കുന്ന മൊബൈൽ കൊടുത്താലോ? ആഹാ, കോഴിക്കാണോ നിങ്ങൾ തീറ്റോട്ട് കൊടുക്കുന്നത്? ആ നിക്ക്. ആ പോയി കോഴി കിട്ടിയോ? നിന്നെ ശരിയാക്കി തരട്ടോ. എന്റെ സൊസൈറ്റിയിലെ ആൾക്കാരാണ്. ഒന്ന് നന്നായിട്ടൊക്കെ പിടിക്കണേ. ഞാൻ ഫോട്ടോ എടുത്തു തരുമോ? ഒരു ഫോട്ടോ എടുത്തു തരുമോ? എന്താടാ ഇപ്പൊ ഫോട്ടോ എടുത്തെടുക്കുന്നില്ലേ? എടുത്തെടുക്കടാ. വാങ്ങിക്കടോ. എടാ മര്യാദക്കൊന്ന് പിടിക്കണോ ലൈറ്റ്. ഈ പുറകിരിക്കുന്ന ചെറുക്കം ഭയങ്കര പിറപ്പാട്ടോ. ഓക്കെ അതുകൊണ്ട് ഇത് ചീഞ്ഞ കാബേജാണെന്ന് തോന്നല്ലേ? ഒരു വല്ലാത്തൊരു ഇത്. അതാണല്ലേ അയാടെ ദുബായി കോഴി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ദുബായിൽ ഇയാൾക്ക് വേറെ ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇയാൾ ആരാ? പത്മേച്ചയുടെ ബന്ധത്തിലുള്ളത് ബന്ധുവാന്നാ പറയുന്നത്. ഓ അങ്ങനെ. ശരി ശരി. ചേച്ചി കത്തിക്ക് മുറിയാലാണ് കേട്ടോ. നോക്കണേ അതേ കോഴി നോക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹൈ പറഞ്ഞേ. ഹൈ. ലൈവ് ലൈവ്. ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂഫി എനിക്ക് മറു എന്റെ പേരെന്താ മനസ്സിലായി? കേക്ക് നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പോഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമ്മായത്. എന്നതിലേക്കൊന്ന് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞ മതിയോ? കുറച്ച് മധുരമായ ശബ്ദമാണ് വേണത്, അതുകൊണ്ടാണ് പറഞ്ഞോ. ഞാൻ സൂസിയുടെ ഭർത്താവ് സോളമൻ കെപി. മനിയേട്ടാ ഇത് ഇവിടെ എത്തി ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ലൈറ്റ് മൊത്തം പണിയാണ് കേട്ടാ. അയാളാണെങ്കിൽ വൺ ഡേഞ്ചറാണ്. മുത്തയ്യാത്തി മറ്റേ 4ാമത്തെ വീടല്ലേ? വളരെ 4ാമത്തെ വീടല്ലേ? ആ എത്തി ഇതേ മുറ്റത്തെത്തി. ശരി. ഒരു കാര്യം പിന്നെ എപ്പോ കത്തിക്കാനാ? ആശാനെ മിനിമം 1 മണിക്കൂറെങ്കിലും അവിടെ എത്താൻ. അവന് വെറുതെ സീസ് തുടക്കലാണ്. അതൊന്നും കുഴപ്പമില്ല. അടി തുടങ്ങിയ റെജീനെ വിളിക്കണോ? ആദ്യം ഞാനൊരു തേട്ടടിക്കട്ടെ, എന്നിട്ട് മതി. ഈ തേട്ടി അടിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്? എടാ വെള്ളടിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞാൽ തലയ്ക്ക് വെളിവും കാലിന് ഉറപ്പില്ലാതാന്നവരടിക്കണം. അതുപോലുള്ള ആൾക്കാർ കമ്പനി കിട്ടണം. കാലിന് ഉറപ്പില്ല. ഇനി
തലയ്ക്ക് വെളിയും കൂടെ പോണം. അത് പണ്ടേ പോയതാണല്ല. ലൈറ്റോനെ പോ പോ സലി മാമനൊരെണ്ണം ഒഴുക്കി. താടിയോ മാറ്റോണ്ട് വന്നു. ഏയ് അല്ല, അച്ഛൻ മിലിറ്ററിയില്ല. ഞാൻ ഇതുപോലത്തെ ഫംഗ്ഷന് പോകുമ്പോൾ 2-3 കുപ്പിയെടുത്ത് ബാഗിലിടും. നമ്പർ ഒന്ന് തന്നേക്കണം കേട്ടോ പോകുന്നതിന് മുമ്പേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചീത്തയാക്കല്ലേ. ലൈറ്റോനെ നീ ഇവിടെ നിൽക്കണ്ട കേട്ടോ. അവിടെ എല്ലാ ലൈറ്റും നിന്റെ ഡി ജെ പോലെ ഇങ്ങനെ 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 മിന്നിക്കൊണ്ടിരിക്കുകയാണ്. പൊക്കോ. ഇനിയുണ്ടോ? സാധനമുണ്ടോ? ഞാൻ സലീനെ ഏൽപ്പിച്ചേക്കാം, അവനോട് ചോദിച്ചു. ഞാൻ ലൈറ്റോനെ കണ്ടോളാം. ഒഴിക്കണം. അച്ഛോ അച്ഛോ സുരേഷേട്ടാ, ആശ്രമത്തിൽ എങ്ങനെയാണ് ഇവിടെ വെച്ചാൽ മതിയാ? റെജി, എങ്ങനെയും കുറച്ച് ബ്രെഡും ചിക്കനും സംഘടിപ്പിക്കണേ. ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. പൊന്നുവനെ മറക്കല്ലേ. അങ്ങാരി വീടെടുത്ത് തിരിച്ചു വെക്കുവേ. വാ മോളെ. ഇറക്ക് ഇറക്ക് ഇറക്ക്. ജോക്രമോനെ അകത്ത് കയറി വാ. അടി ഫസ്റ്റ് ഫോർത്ത് സെക്കൻഡ്. പൈസ ഇങ്ങോട്ട് എടുക്കേ. ടച്ചിന് നടിക്കല്ലേ പണിക്കും പോടാ സൂത. എന്തിനാണോ ഞങ്ങളുടെ കാശ് മേടിക്കാൻ വന്നിരിക്കുന്നത്? എടുക്കല്ലേ. കൈ ഇവിടെ തന്നെ ഇരിക്കട്ടെ. നല്ല വർക്കത്തുള്ളതാ. അടുത്ത ചീട്ടുകാരാണ്. നീയല്ലേ കുത്തണം. പന്തൽ അരിന്ന് നടത്താൻ ഇരുന്നാ മതിയായിരുന്നു. സൂസിയൊക്കെ പോയി കാണോ ഇല്ല. കൈ എടുക്കരുത്. വർക്കത്താ പോയി അപ്പ അവിടെ പോകും. കാശ് പൊത്തി പിടിച്ചോണേ. എന്താണ് ആശാനത്? വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല. വെട്ടല്ലേ ഒരു മോന്റെ മോനെ ഇവിടുത്തെ ചോറ് കയറ്റണ്ട. അല്ലെ കലവറയ്ക്ക് സ്പെഷ്യൽ ലൈറ്റ് ഇട്ട് തരണ്ടേ? ഞാൻ പോണേന് അടിച്ച സാധനം ഇറങ്ങിപ്പോയി. പെട്രോളൊന്നും ഇടതില് ഇന്നലെ ഒഴിച്ചാണല്ലോ. ശരിക്കും അങ്ങോട്ട് തുറക്ക്. പെട്രോളുണ്ടാ? പിന്നെന്താണ് അഞ്ചു എന്തേ? അവളകത്തുണ്ടല്ലോ. ഇല്ലെന്ന് ഞാൻ നോക്കിയതല്ലേ. ഇല്ലേ? എന്നെ കൊണ്ടിനി പറ്റില്ല. ചേട്ടൻ നോക്കിയോ? മര്യാദക്ക് വെട്ടം വന്നില്ലെങ്കിൽ ഇതും കത്തിക്കും, നിന്നെ കത്തിക്കും. ഇയാളെ ഞാൻ നമ്പർ കാണാനില്ല. എടോ മനു, താനെ ഇവിടെ പോയി എടുക്കാണ്. ഇവിടെ കറണ്ട് പോയി ജനറേറ്ററൊക്കെ കേടാണ്. താനിപ്പോ വരാന്ന് പറഞ്ഞിട്ട്. മോനെ ഞാൻ ടൗൺ വരെ ഒന്ന് പോടാം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഇച്ചിരി ലേറ്റ് ആവും. ചിലപ്പോ നേരം വിളിക്കും. സാറേ, ഈ ജാമ്യത്തിലിറക്കാൻ 2 പേര് മതിയോ? മതിയാവല്ലേ? 2 കൂട്ടുകാർ കിട്ടണം. സൂസയും തപ്പി വന്ന സ്ഥലം കൊള്ളാം. സംഭവം റെഡിയാ? ഞാനൊരുപാട് നേരം നോക്കി, സംഭവം സെറ്റ് ആയില്ല. രാവിലെ നേരത്തെ റെഡിയാവാം. ജേട്ടാ, 5 റൂമിലുണ്ട് കേട്ടോ. അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കായിരുന്നു. അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം. അത് പിള്ളേരാരോ ഒരു കംപ്ലൈന്റ് ആയിരിക്കായിരുന്നു. ചേട്ടനിത് എന്താ പറ്റി? തീരുന്ന ഒരു സമാധാനമില്ല. മോളെ സാമ്പാർ സന്തോഷ് വല്ലൊരുപ്പുണ്ടോടാ? വല്ലൊരുപ്പുണ്ടോ? വീട്ടിലുണ്ട്. ഞാൻ എടുക്കട്ടെ? വേണ്ട, ഞാനേ ഇവിടെ തിരക്ക് കഴിയുമ്പോൾ എത്താം. ശരി.
ചേട്ടാ കാത്തോരനും കൂടി കൊണ്ട് എടുത്തോ. ആ പെണ്ണിന് വലിയ താല്പര്യമൊന്നുമില്ല, സിംഗിളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. മിലിറ്ററി 2 വകുള്ളല്ലോ. കുഴപ്പമില്ല ചേട്ടൻ ചേട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ റജിർക്ക പറഞ്ഞാൽ മതി. ശരി. ഓ നമുക്കിനി സമാധാനമായിട്ട് പാട്ടൊക്കെ പാടിയിരുന്ന് അടിക്കാം. അല്ല ടച്ചിങ്സ് ഇതേ ഉള്ളൂ. ചിക്കൻ കറി ഉണ്ട്, വരുന്ന വഴിക്ക് ചിക്കൻ കറിയാണോ? എന്നാ എടുക്കണ്ട, ഒരാവശ്യമുണ്ട്. നമ്മുടെ ശൈലപ്പണിയില്ലേ കേളന്, പുള്ളി വേണമെന്ന് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. തരാം തരാം. പ്രവാസിയാന്ന് പറഞ്ഞിട്ടെന്നാ, നമുക്കൊരു വെക്ക് കഴിച്ചാൽ ഇവിടെ ആരുമില്ല. ആ എല്ലാരും ഉണ്ടല്ലോ. ചേട്ടൻ കാടി. ഞാൻ ആ ജയൻ ഇരുന്നോണ്ട് ഇങ്ങോട്ട് വരാൻ, അവനാണ് ഒട്ടും അപ്ഡേഷൻ ഇല്ല, ഞാനാണ് ന്യൂജനും ആയിപ്പോയി. ആദ്യം നാടൻ, എന്നിട്ട് ഫോറിൻ. ഞാൻ ഒഴിച്ചുതരാ. പുരുഷനാണ് ഒഴിച്ചോളാം. എത്ര ഒഴിച്ചതാ? നാടനും ഇതോടെ മിക്സായ വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? നല്ല സാധനമല്ലേ? ആണോ? പക്ഷെ എനിക്ക് എന്നാന്ന് അറിയില്ല, വയറുവേദന ഉണ്ടാവും. നാളെ കല്യാണമൊക്കെ ഉണ്ടാണുള്ളതല്ലേ. ഞാനിത് അങ്ങ് എടുക്കുക, നമുക്ക് നാളെ കൂടാം. പുഷ്പനല്ല ഹെയർ, ശുഭരാത്രി. ഇനി പോയിട്ട് ഈന്തപ്പഴം കഴിക്കണം.